കുറേ ആൾക്കാരുണ്ടല്ലോ ഈ സോഷ്യൽ മീഡിയയിൽ കമന്റ് ചെയ്യുന്ന സമയത്തൊക്കെ ഞാൻ കണ്ടിട്ടുള്ളതാണ്. നിവിൻ പോളി തടി കുറയ്ക്കുന്നില്ല, അതൊരു വിഷയം. നിവിൻ പോളിക്ക് വലിയ ഹിറ്റുകളില്ല, അത് വേറൊരു വിഷയം. ഒരു അഭിനേതാവിന്റെ ജീവിതത്തിൽ തുടക്കം മുതൽ അവസാനം വരെ സൂപ്പർ ഹിറ്റുകൾ ഉണ്ടാവണമെന്നൊന്നുമില്ല. ഒന്നോ രണ്ടോ ഹിറ്റുകൾ ഉണ്ടാകുമ്പോൾ ഒരാൾ സൂപ്പർ സ്റ്റാർ ആവുന്നുമില്ല. അതൊരു കുറേ കാലത്തെ കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഹാർഡ് വർക്കിന്റെ റിസൾട്ടാണ് കുറേ വർഷങ്ങൾക്ക് ശേഷം അയാൾ ഒരു താരമായി മാറുന്നത്. എല്ലാവരുടെയും ഉള്ളിൽ ഒരുപോലെ അയാൾ എന്തൊക്കെ തരം വേഷങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ഇനി എന്തൊക്കെ പരീക്ഷണങ്ങൾ ചെയ്താലും അയാൾ നമ്മുടെ മനസ്സിൽ അത്രയും സ്നേഹത്തോടെ നിലനിൽക്കുക എന്ന് പറയുന്നത് അത് കുറേ കാലം കൊണ്ട് ഒരാൾ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. നിവിൻ പോളി അത് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അയാളുടെ കരിയറിലെ ഒന്നോ രണ്ടോ ഹിറ്റുകൾ മാത്രം വെച്ചിട്ടല്ല പറയുന്നത്, അയാൾ ചെയ്തു വെച്ചിട്ടുള്ള വേഷങ്ങൾ, ഭാഗമായിട്ടുള്ള ചെറുതും വലുതുമായിട്ടുള്ള പ്രൊജക്റ്റുകളെല്ലാം കൂടി ചേർത്തിട്ടാണ് പറയുന്നത്. അങ്ങനെ ഒരു ഇംപ്രഷൻ ഉണ്ട് നമ്മുടെ ഉള്ളിൽ. അയാൾ ഇനി ഒരു 3-4 കൊല്ലം കഴിഞ്ഞ് ഒരു സൂപ്പർ ഹിറ്റ് തന്നു കഴിഞ്ഞാലും അയാൾ നിവിൻ പോളിയാണ്, അത് നമ്മുടെ മനസ്സിൽ തന്നെ ഉണ്ടാവും. ആ ഹിറ്റിനെ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യും, കാരണം അയാൾ മുമ്പ് ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു ഇംപ്രഷനാണ്. പക്ഷേ സിനിമ ഹിറ്റാണോ ഫ്ലോപ്പ് ആണോ എന്നുള്ളതല്ല. ഞാൻ ഈ കഴിഞ്ഞ ഇടയ്ക്ക് കണ്ടിട്ടുള്ള നിവിൻ പോളിയുടെ ഫ്ലോപ്പായി പോയിട്ടുള്ള സിനിമകളിലും ആസ് ആൻ ആക്ടർ അയാൾ നന്നായി തന്നെയാണ് അത് ഡീൽ ചെയ്ത് പോകുന്നത്. പക്ഷേ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ കുറച്ച് പുലിക്കുട്ടികളുണ്ട്, അവരിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മ്യാവും മ്യാവും എന്ന് ശബ്ദം ഉണ്ടായിക്കൊണ്ടിരിക്കും. 100 കോടി തരൂ, 50 കോടി തരൂ, 25 കോടി തരൂ, അയ്യേ അയ്യേ ഹിറ്റില്ലേ, ഇങ്ങനെയൊക്കെയുള്ള കുറേ സാധനങ്ങളാണ്. എനിക്ക് തോന്നുന്നു നിവിൻ പോളി അടക്കം അത് മൈൻഡ് ചെയ്യുന്നുണ്ടാവില്ല. പക്ഷേ ആ പറഞ്ഞ കോടിക്കണക്കിനും അപ്പുറത്ത് നിവിൻ പോളി ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു ഫാൻ ബേസ് ഉണ്ട്, അല്ലെങ്കിൽ അയാളെ സ്നേഹിക്കുന്ന കുറച്ച് ആളുകളുണ്ട്. അവർ ഹിറ്റിനൊന്നും വേണ്ടിയിട്ടല്ല, അയാളുടെ നല്ല പെർഫോമൻസ് കാണാൻ വേണ്ടിയിട്ടാണ് കാത്തിരിക്കുന്നത്.